ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ നടന്ന സൗഹൃദ മത്സരത്തിൽ അർജന്റീന അങ്കോളയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അർജന്റീന വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. മെസ്സി തന്നെയാണ് മത്സരത്തിൽ തിളങ്ങിയിട്ടുള്ളത്. 1 ഗോളും 1 അസിസ്റ്റും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കൂടാതെ ലൗറ്ററോയും 1 ഗോളും 1 അസിസ്റ്റും മത്സരത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. മുന്നേറ്റ നിരയിൽ മെസ്സി, ലൗറ്ററോ, തിയാഗോ അൽമേഡ എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത്. 43-ാമത്തെ മിനിറ്റിലാണ് ലൗറ്ററോ ഗോൾ കണ്ടെത്തിയത്. മെസ്സിയുടെ ഒരു ത്രൂ ബോൾ വരുന്നു, അത് ലൗറ്ററോ നല്ല രൂപത്തിൽ ഫിനിഷ് ചെയ്യുന്നു. പിന്നീട് 82-ാമത്തെ മിനിറ്റിൽ മെസ്സിയുടെ ഗോൾ പിറന്നു, അതിന് അസിസ്റ്റ് നൽകിയത് ലൗറ്ററോയാണ്. മെസ്സിയും നല്ല രൂപത്തിൽ അത് ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ എതിരില്ലാത്ത 2 ഗോളുകളുടെ ഒരു വിജയമാണ് അർജന്റീന സ്വന്തമാക്കിയിട്ടുള്ളത്. അങ്കോളയും മോശപ്പെടുത്തിയിട്ടില്ല. ആകെ 7 ഷോട്ടുകൾ ഉതിർക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ടാർഗറ്റിലേക്ക് 2 ഷോട്ടുകൾ അവർ ഉതിർത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മോശമല്ലാത്ത രൂപത്തിൽ എതിരാളികളായ അങ്കോളയും കളിച്ചിട്ടുണ്ട്. ഇനി മെസ്സിയുമായി ബന്ധപ്പെട്ട ചില കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് കരിയറിൽ ആകെ 1300 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കുന്നതിന്റെ തൊട്ടരികിലെത്താൻ ഇപ്പോൾ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 4 ഗോൾ പങ്കാളിത്തങ്ങൾ കൂടി നേടിക്കഴിഞ്ഞാൽ 1300 ഗോൾ കോൺട്രിബ്യൂഷൻസ് മെസ്സി പൂർത്തിയാക്കും. ഇപ്പോൾ കരിയറിൽ ആകെ 895 ഗോളുകളും 401 അസിസ്റ്റുകളും പൂർത്തിയാക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഗംഭീര പ്രകടനമാണ് രാജ്യത്തിനും ക്ലബിനും വേണ്ടി മെസ്സി ഇപ്പോൾ പുറത്തെടുക്കുന്നത്. ഇനി മറ്റൊരു കണക്ക് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് 2025 എന്ന കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങൾ ഉള്ള താരം അത് മെസ്സിയാണ്. ഫുട്ബോൾ ലോകത്തെ പല പ്രധാനപ്പെട്ട താരങ്ങളെയും മറികടക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 67 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് മെസ്സി ഈ വർഷം സ്വന്തമാക്കിയിട്ടുള്ളത്. 2-ാം സ്ഥാനത്ത് കിലിയൻ എംബപ്പയാണ്, 63 ഗോൾ പങ്കാളിത്തങ്ങൾ. 3-ാം സ്ഥാനത്ത് ഹാരി കെയ്ൻ, 59 ഗോൾ പങ്കാളിത്തങ്ങൾ. 4-ാം സ്ഥാനത്ത് ഏർലിംഗ് ഹാലൻഡ്, 56 ഗോൾ പങ്കാളിത്തങ്ങൾ. ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. 38 വയസ്സുള്ള മെസ്സിയാണ് ഈ കണക്കുകളിലെല്ലാം 1-ാം സ്ഥാനത്ത് തുടരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.